വചനം തിരുവചനത്തിലേക്ക് നമുക്ക് പങ്കുചേരാം. പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 20-ാം തിരുവചനം. സഹോദരരെ, ചിന്തയിൽ നിങ്ങൾ ശിശുക്കളായിരിക്കരുത്. തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെപ്പോലെയും ചിന്തയിൽ പക്വമതികളെപ്പോലെയും ആയിരിക്കുവിൻ. നമുക്കറിയാം, ഒരു കുഞ്ഞ് അതിൻ്റെ ചിന്ത മണ്ഡലമെന്ന് പറയുന്നത് വലിയ വ്യാപ്തമല്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ഒരു മനോഭാവമല്ല കുഞ്ഞിൻ്റേത്. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞ് തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളെ ദ്രോഹിക്കാൻ ചിന്തിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. ഒരിക്കലും ചിന്ത വളരെ ഇടുങ്ങിയതാണ്. അതുകൊണ്ടാണ് ചിന്തയിൽ നിങ്ങൾ ഇടുങ്ങിയവരായിരിക്കരുത്, പൈതങ്ങളെപ്പോലെ ആയിരിക്കരുത്. വളരെയേറെ ആഴത്തിൽ അറിഞ്ഞും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ദൈവ തേജസ്സും നമുക്ക് ലഭിക്കുന്നത് ദൈവവചനത്തെ ധ്യാനിക്കുമ്പോഴാണ്. നമ്മുടെ ചിന്ത യഥാർത്ഥമായ രീതിയിലൂടെ പോകുമ്പോഴാണ്, പക്വമതികളെപ്പോലെ ചിന്തിക്കുമ്പോഴാണ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ചിന്തയിൽ അങ്ങനെയല്ല. കത്തിക്കൊണ്ടിരിക്കുന്ന തീയുടെ അടുക്കിലേക്ക് കുഞ്ഞ് ഓടിപ്പോകും. കാരണം അതിൻ്റെ വരുംവരാഴികളെ ആ കുഞ്ഞിനറിയില്ല. വെള്ളം കാണുമ്പോൾ അതിലേക്ക് ഓടിച്ചാടി വീഴുവാനായിട്ട് അല്ലെങ്കിൽ ഇറങ്ങുവാനായിട്ട് കുഞ്ഞ് ആഗ്രഹിക്കും. അതിനപ്പുറമായി ചിന്തിക്കാൻ അതിന് കഴിയില്ല. ഇടുങ്ങിയ ഒരു ചിന്തയുടെ ഉടമയാണ് പൈതങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങൾ ചിന്തയിൽ പൈതങ്ങളെ പോലെ ആവരുത് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്നാൽ തുടർന്ന് പറയുന്നു, തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ പൈതങ്ങളെ പോലെ ആയിരിക്കും. തിന്മ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങൾ ആരെയും നമുക്ക് കാണുവാനായിട്ട് സാധ്യമല്ല. കുഞ്ഞുങ്ങളുടെ മനസ്സ് എപ്പോഴും നന്മയെ മാത്രം രൂപപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആകുവിനെന്ന്. പ്രിയപ്പെട്ടവരെ, ചിന്തയിൽ ശിശുക്കളെ പോലെ ആവാതെ തിന്മ പ്രവർത്തിക്കുന്നതിൽ, അല്ലെങ്കിൽ തിന്മയെ സംബന്ധിച്ചിടത്തോളം പൈതങ്ങൾ എങ്ങനെയാണോ അതുപോലെ നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ബലപ്പെടുത്തട്ടെ. ആമേൻ.